മംഗലാപുരം എടപ്പള്ളി നാഷണൽ ഹൈവേ. ഈ ഹൈവേയിൽ ഒരു ചെറുപട്ടണം വലപ്പാട് പട്ടണത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറി വലപ്പാട് ബീച്ച്, അതിസുന്ദരമായ ബീച്ച്. ഈ ബീച്ചിൽ ഒരു ചെറിയ അമ്പലം. ഈ അമ്പലത്തിൽ പൂജകളൊന്നുമില്ല. എന്നിരുന്നാലും ഇവിടെ ബന്ധുക്കളോടെ അസ്ഥി നിർമ്മാർജ്ജനം ചെയ്യാൻ വരുന്നവർക്ക് കർമ്മങ്ങൾ നടത്താൻ പൂജാരികളുണ്ട്. അവർ കർമ്മങ്ങൾ നടത്തി അവരുടെ ബന്ധുക്കൾ ഇവിടുത്തെ ബീച്ചിൽ അറബിക്കടലിൽ അവരുടെ ബന്ധുവിൻ്റെ അസ്ഥികൾ നിർമ്മാർജ്ജനം ചെയ്യുന്നു. തൃശ്ശൂർ ജില്ലയിൽ എല്ലാവരും ഇവിടെയാണ് വരുന്നത്. അതിസുന്ദരമായ ഒരു സ്ഥലവും കൂടിയാണ്. ഒരു ദിവസം 10-12 വണ്ടികൾ ഇങ്ങോട്ട് വരും. ഈ വണ്ടികൾ അവരുടെ ബന്ധുക്കളും ഉണ്ടാവും. ഈ അസ്ഥികൾ നിർമ്മാർജ്ജനം ചെയ്യും. അവർ സ്വസ്ഥതയോടെ വീടുകളിലേക്ക് മടങ്ങും. ഞാൻ ഈ മരച്ചോട്ടിൽ നിൽപ്പുണ്ട്. ഈ മരച്ചോട്ടിൽ നിൽക്കുമ്പോൾ ഈ ആൾക്കാർ കടലിലേക്ക് പോകുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്താണാവോ, ഇതൊന്നും മനസ്സിലായില്ല. ഈ ഉച്ച സമയം 12 മണിക്ക് ആൾക്കാർ കുളിക്കാൻ പോകുമോ? ഞാൻ സംശയം തീർക്കാൻ വേണ്ടി അടുത്ത് നിന്ന ഒരാളോട് ചോദിച്ചു. അപ്പോഴാണ് അയാൾ ഈ കഥകൾ പറഞ്ഞത്. അസ്ഥി നിർമ്മാർജ്ജനം ചെയ്യുന്നത് ആയിക്കൊള്ളട്ടെ, ഓരോരുത്തരുടെ വിശ്വാസം. ആ വിശ്വാസം അവർ ഇവിടെ പ്രകടിപ്പിക്കുന്നു. അവർക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ. എന്തായാലും ഈ ബീച്ച് അതിസുന്ദരമാണ്. ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ മാത്രം തെങ്ങിൻ തോപ്പുകളില്ല, അല്ലെങ്കിൽ ബീച്ച് മുഴുവൻ തെങ്ങിൻ തോപ്പുകളാണ്. അതും വളരെ ആകർഷണമായി നട്ടുപിടിപ്പിച്ചിട്ടുള്ള തെങ്ങിൻ തോട്ടം. ഇതുപോലത്തെ ഒരു തോട്ടം കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ പോകണം. തമിഴ്നാട്ടിൽ പോകാൻ താല്പര്യമില്ലാത്തവർ വരൂ. വലപ്പാട് ബീച്ചിൽ വന്ന് ചൂടിൽ നിന്ന് മോചനം കിട്ടും. ഏത് സമയത്ത് വന്നാലും ഇവിടെ കാറ്റാണ്. ഈ കാറ്റിൽ മനസ്സും ശരീരവും തണുപ്പിക്കാൻ കഴിയും. അതൊരു ഭാഗ്യം തന്നെയാണ് വലപ്പാടുള്ളവർക്ക്. ബീച്ച് സന്ദർശനം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, എല്ലാ വീഡിയോ കാണുകയും വേണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. മോശമാണെങ്കിൽ മോശം എഴുതാം, നല്ലതാണെങ്കിൽ നല്ലതും എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ കാണണം, കണ്ടിട്ടേ അഭിപ്രായം പറയാവൂ. എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഷെല്ലി MF. എല്ലാവർക്കും എൻ്റെ നമസ്കാരവും ആശംസകളും ഞാൻ നേരുന്നു.